നമ്മുടെ നാട്ടിലെ ഓട അതിൻ്റെയൊക്കെ ശോച്യാവസ്ഥയെക്കുറിച്ച് എത്രയെത്ര വാർത്തകൾ നമ്മൾ ചെയ്തതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളമാകെ ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്താണ്. പല വിധത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ നമ്മുടെ ഈ ഗതികേട് ഇന്ന് മാറും, ഒരു മരണം കൊണ്ട്, ജോയിയുടെ മരണം കൊണ്ട് മാറും എന്ന് നമുക്ക് ഉറപ്പിക്കാനേ കഴിയാത്ത സ്ഥിതിയാണ്. മൂന്നാം പക്കമാം മൃതദേഹം കിട്ടുമ്പോഴും തരിച്ചു നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ ഏതരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് വലിയ ദുഃഖകരമായ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഗായത്രി ബാബു CPM കൗൺസിലറൊപ്പം സിമി ജ്യോതിഷ് BJP-യുടെ നഗരസഭാംഗം, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി എന്നിവർ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ MK ഹരിദാസ്, ഇനിയും എത്ര നാൾ ഈ തലസ്ഥാനത്ത് ഇതുപോലെയുള്ള അപകടങ്ങൾ നമ്മൾ രാപ്പാർത്തിരിക്കണം, പ്രതീക്ഷിക്കണം? ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ ഇനിയും എത്ര നാൾ കാണേണ്ടി വരും? എന്തെങ്കിലും ഒരു തിരുത്തലുണ്ടാകും എന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ടോ? എന്ത് തിരുത്തലുണ്ടാവാനാണ്? ഒരു തിരുത്തലും ഉണ്ടാവില്ല. ഒന്നാം കേരളീയം നടത്തിയിട്ട് മൂന്നാം ദിവസം രാത്രി ശോചനീയാവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും അധികൃതരെ അതിനെ ഒരു മഴ കൊണ്ട് നിറയുന്ന ഒരു തിരുവനന്തപുരം നഗരം അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഒന്നും ചെയ്യാത്തതിന്റെ പേരിൽ ഇത്തരത്തിലുള്ളൊരു മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിയ ഒരു നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു മാലിന്യത്തിൽ ഇറങ്ങാൻ തയ്യാറായ ശ്രീ ജോയി ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തൊരവസ്ഥ വന്നിട്ട് എന്ത് പഠിക്കാനാണ് ഇവര്? 6 കോർപ്പറേഷന്റെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മുടെ സാമൂഹിക ചുറ്റുപാട് എത്രത്തോളം ശോചനീയ അവസ്ഥയിലാണ്. 20 മന്ത്രിമാരും ചക്രവർത്തിക്ക് തുല്യമായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയും വാണരുന്ന ഭരണസിരാ കേന്ദ്രം നിലനിൽക്കുന്ന തിരുവനന്തപുരത്തിന്റെ ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രയും ദയനീയമായ പരിസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതല്ലേ നമുക്ക് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചു തരുന്നത്. തലസ്ഥാനത്ത് ഇതാണ് ഗതിയെങ്കിൽ മറ്റിടത്തെ അവസ്ഥ വളരെ വളരെ മോശമാണ്. കൊച്ചിയിലെ കാനകളെ കുറിച്ചൊക്കെ നമുക്കറിയാം, കോഴിക്കോട്ടെ സ്ഥിതിയെക്കുറിച്ചറിയാം, മറ്റ് ചെറു നഗരങ്ങളിലെ സാഹചര്യത്തെക്കുറിച്ചറിയാം. ഇപ്പോൾ പ്രാദേശിക തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ പോലും എത്ര മോശപ്പെട്ട സ്ഥിതിയിലാണ്. പ്ലേഗ് ഒന്നും വരുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ മഹാഭാഗ്യം കൊണ്ടാണ് എന്ന് കരുതേണ്ടി വരുന്ന സ്ഥിതിയിലാണ്. ഈ തോട്ടിപ്പടിയൊക്കെ നമ്മുടെ നാട്ടിൽ നിയമം മൂലം നിരോധിച്ചിട്ട് എത്ര കാലമായി? ഇപ്പോഴും മാൻഹോളിൽ ആളുകൾ ഇറങ്ങുകയാണ്. നോക്കൂ, കോഴിക്കോട് 2 പേര് മാൻഹോൾ ക്ലീൻ ചെയ്യാൻ 2015 മെയ് 6 ഇറങ്ങിയിട്ട് മരണപ്പെട്ടത് വേണ്ടത്ര സുരക്ഷയോട് കൂടിയിട്ട് അവരെ ആ മാൻഹോളിൽ ഇറക്കാൻ നമ്മുടെ ഭരണാധികൃതർക്ക് പറ്റിയ വീഴ്ച കൊണ്ടാണെന്നുള്ള ഇതിൽ നിന്ന് നമ്മൾ ഒരു പാഠവും പഠിച്ചില്ല. നമ്മൾ കുസാറ്റിലുണ്ടായ ദുരന്തത്തിൽ നിന്നും ആൾക്കൂട്ടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ നമ്മൾ ഒരു പാഠവും പഠിച്ചില്ല. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ എത്ര അലക്ഷ്യമായിട്ടാണ് ഓടുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ആലത്തൂരെ 9 ജീവനുകൾ 8 കുട്ടികളുടെ അടക്കം ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നു. അപ്പൊ നമ്മളുടെ അധികൃതരെ നമ്മുടെ നികുതി പണം ദൂർത്തടിച്ചുകൊണ്ട് അവർ ആനന്ദിച്ച് ഉല്ലസിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഒരു കാര്യം നിങ്ങൾ ഈ പ്രേക്ഷകർ മനസ്സിലാക്കുക. ഈ മനുഷ്യന്റെ പേരിൽ മാത്രമേ ജോയി ഉള്ളൂ. നമ്മുടെ മലമൂത്ര വിസർജനാദികളിൽ ഇറങ്ങിക്കൊണ്ട് അത് ക്ലീൻ ചെയ്തിട്ട് നാളെ വീണ്ടും നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കുന്ന മലമൂത്ര വിസർജനാദികൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്, ഇത്തരം തോടുകൾ സുസജ്ജമാക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഇറങ്ങിയിരിക്കുന്നത് വിദേശത്തേക്ക് ടൂറ് പോവാനല്ല, തൻ്റെ കുഞ്ഞുങ്ങൾക്കും തൻ്റെ കുടുംബങ്ങളിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാനും വേണ്ടിയിട്ട് 700-800 രൂപ കൂലി മേടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ത്യാഗത്തിന്റെ പേരിലെ നമ്മുടെ നല്ല ഡ്രസ് ഇട്ട്, നല്ല കൂളിംഗ് ഗ്ലാസ് വെച്ച്, നല്ല ചെയിൻ കഴുത്തിലിട്ട് നടക്കുന്ന സുരക്ഷ, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തില് ഇതിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് റെയിൽവേ ആണെന്ന് തന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ 2-3 സ്ഥാനത്ത് നിൽക്കുന്നത് കോർപ്പറേഷനും നമ്മുടെ സംസ്ഥാന സർക്കാരുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൗകര്യപൂർവ്വം ഇങ്ങനെ പറയുന്നതല്ലേ? ഒന്നാം പ്രതി കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഒന്നാം പ്രതി റെയിൽവേ ആണ്, അല്ലെങ്കിൽ ഒന്നാം പ്രതി മറ്റാരെങ്കിലുമാണ്. ഈ 1ഉം 2ഉം പ്രതികളുടെ ഈ പട്ടിക തന്നെ തയ്യാറാക്കുന്നത് വലിയ ഒരു സൗകര്യമല്ലേ? എനിക്കല്ല ഉത്തരവാദിത്തം, നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തന്നെ ഒരുതരം ന്യായവാദം ഒഴിഞ്ഞു മാറല്ലേ? ഉത്തരവാദിത്തം മറ്റൊരാൾക്ക് വയ്ക്കലല്ലേ? അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ ചർച്ചകൾ കാണുമ്പോൾ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീമതി ഗായത്രി ബാബു CPM ദീർഘകാലമായി ഭരിക്കുന്ന നഗരസഭയാണ്. ഇവിടെ ഓപ്പറേഷൻ അന്ത്യ അടക്കം വിജയകരമായ ചില പദ്ധതികൾ ഉണ്ടായി എന്നതിനപ്പുറത്ത് ഇവിടുത്തെ നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിനും നഗരത്തിലെ ഓടകളിലെ ഈ മാലിന്യ ജലം ഒഴുക്കിക്കളയുന്നതിനും എന്തിന് ഊറ്റം കൊള്ളാറുണ്ടല്ലോ നമ്മൾ. തോട്ടിപ്പുഴയൊക്കെ നമ്മുടെ നാട്ടിൽ അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും നടക്കുന്നത് ഇത് തന്നെയല്ലേ? എന്ത് ചെയ്യാനാകും? ഈ ജോയിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാകാതെ പോയെങ്കിൽ, ആമയുടെ കണ്ണീർ വീഴുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഇനിയെങ്കിലും ഉണ്ടാകും? അതോ കുറ്റപ്പെടുത്തലായിരിക്കുമോ? ഒന്നാം പ്രതിപട്ടികയിൽ റെയിൽവേയാണ്, 2ാം പ്രതിപട്ടികയിൽ നേരത്തെ ഭരിച്ചവരാണ്, 3ാം പ്രതിപട്ടികയിൽ മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന സ്ഥിതിയായിരിക്കുമോ ഇനിയും നഗരസഭയ്ക്ക്?
വ്യക്തമായില്ല. കേൾക്കാമോ? അങ്ങയുടെ ചോദ്യം വ്യക്തമല്ല. ചോദ്യം ഇങ്ങനെയാണ്, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒന്നാം പ്രതി റെയിൽവേ ആണ് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നു. രണ്ടാം പ്രതി നേരത്തെ ഭരിച്ച ആളുകൾ പലതും ചെയ്തില്ല എന്ന് പറയുന്നു. മൂന്നാം പ്രതി ഇത് കാലാകാലങ്ങളുടെ സംവിധാനമാണ് എന്ന് പറയുന്നു. തോട്ടിപ്പടി ഇവിടെ നിരോധിച്ചതാണ്. എന്നിട്ടും ആളുകൾ മാൻഹോളിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ റോബോട്ടിക് സാങ്കേതികവിദ്യയിലൊക്കെ വലിയ മേൽക്കൈയാണ് എന്ന് നമ്മൾ പേരിന് വേണ്ടി പറയുന്നു. ഈ ഉത്തരവാദിത്തം നേരിട്ട് കോർപ്പറേഷൻ ഏറ്റെടുത്ത് ഏതെങ്കിലും തരത്തിൽ, ഇനി കുറച്ചു കാലമല്ലേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഈ നഗരത്തെ ഒന്ന് ശുചിയാക്കുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഒന്നാമതായി എനിക്കിതിൽ പറയാനുള്ളത്, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പ്രതിപട്ടികയൊന്നുമില്ല. ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്താനോ അല്ലല്ലോ നമ്മളിവിടെ ഉള്ളത്. നമുക്ക് മുന്നിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതിൽ മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന ഒരു വസ്തുത നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് എന്നത് പരക്കെ നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കാരണമുണ്ടായ ദാരുണമായ ഒരു അന്ത്യം കൂടിയാണ്. സ്കാവെഞ്ചിങ് ഈക്വൽ ടു സ്കാവെഞ്ചിങ് എന്ന് പറയാൻ കഴിയുന്ന ഒരു വർക്കിലാണ് ഇപ്പോൾ പരേതനായ ശ്രീമാൻ ജോയ്, അദ്ദേഹം അതിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തുടക്കം മുതൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നഗരസഭയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കെ നഗരസഭയുടെ ഔദ്യോഗികപരമായ ചില കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ തൊഴിലാളികളെ പൂർണ്ണമായി യാതൊരു സജ്ജീകരണവുമില്ലാതെ, ഉപകരണങ്ങളില്ലാതെ, ഇത്തരം ആമേഴഞ്ചാൻ തോട് പോലെ റെയിൽവേയുടെ ആ 117 മീറ്റർ ഭാഗം പോലെയുള്ള ഒരു പ്രദേശത്ത് ഇറക്കി നിർത്തി യാതൊരു മോണിറ്ററിങ്ങോ സൂപ്പർവിഷനോ ഇല്ലാതെ ഇതുവരെ പണി ചെയ്യിപ്പിച്ചിട്ടില്ല. ആ കാര്യം ചരിത്രം പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ആധികാരികമായി പറയാനും സാധിക്കും. ഈ റെയിൽവേയുടെ ഭാഗം മറ്റൊരു രാജ്യത്തിന്റെ ഭൂപ്രദേശമാണോ? ഈ റെയിൽവേയുടെ ഭാഗത്ത് മാത്രം എന്താണ് പ്രശ്നം? എന്താണ് കുഴപ്പം? അവിടെ ഈ സ്കാവെഞ്ചിങ് ഒക്കെ ആകാമോ? ഈ തോട്ടിപ്പടിയൊക്കെ ആകാമോ? ആരാ അവിടെ ഇറക്കിയത്? ആരാ? നഗരസഭ ഏർപ്പാടാക്കിയതാണോ അത്? നഗരസഭ എത്ര നാളുകളായി അവിടെ വൃത്തിയാക്കാൻ പറയുന്നു? വൃത്തിയാക്കാൻ കൊടുത്ത നോട്ടീസ് നമ്മൾ കണ്ടതല്ലേ, നമ്മളെല്ലാവരും കണ്ടതല്ലേ? അപ്പോൾ ആ നോട്ടീസിൽ നഗരസഭ പറയുന്നുണ്ടോ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇതൊരു കരാർ നൽകൂ, എന്നിട്ട് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് ദിവസവേതനത്തിൽ അവരെ യാതൊരു സജ്ജീകരണവും ഇല്ലാതെ ഇറക്കൂ, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാം, സഹായിക്കാമെന്ന്? അങ്ങനെയൊന്നും നമ്മൾ എവിടെയും പറയുന്നില്ലല്ലോ. നമ്മൾ പറയുന്നത് ഇത് വൃത്തിയാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ആമഴഞ്ചാൻ തോടിന്റെ ഈ ഭാഗം ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളിൽ ക്ലീനിങ് എങ്ങനെയാണ് കാലങ്ങളായി ഇറിഗേഷനും നഗരസഭയും നടത്തുന്നത്? പോട്ടെ, ആമഴഞ്ചാൻ തോട് പോട്ടെ, അതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ആമഴഞ്ചാൻ തോട് മാത്രമല്ലല്ലോ തിരുവനന്തപുരം നഗരത്തിലുള്ളത്. ബാക്കി തോടുകളിലും ബാക്കി പ്രദേശങ്ങളിലും എങ്ങനെയാണ് ക്ലീനിങ് നടക്കുന്നത്? ഇതുപോലെ ആളുകൾ അതിനകത്ത് ഇറങ്ങിയാണോ? കോർപ്പറേഷനാണ് ഈ ക്ലീനിങ് നടത്തിയിരുന്നെങ്കിൽ എങ്ങനെ ആകുമായിരുന്നു വാദം? എങ്ങനെയാണ് ഈ കാര്യം നമുക്ക് കോർപ്പറേഷന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം നടത്തുക? ഞാൻ ഒരിക്കലും ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞത് പ്രതിപട്ടികയെ കുറിച്ചാണ്. ഞാനതൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ. ഞാൻ സംസാരിച്ച് കെട്ടിവെക്കുന്നു എന്ന വാദത്തെ അടക്കമാണ് ഞാൻ ആദ്യമേ ആ ചോദ്യത്തിലൂടെ ഖണ്ഡിക്കാൻ ശ്രമിച്ചത്. നഗരസഭ മാത്രമാണോ, റെയിൽവേ മാത്രമാണോ, സർക്കാർ സംവിധാനങ്ങൾ മാത്രമാണോ? കൂട്ടായ ഉത്തരവാദിത്തമല്ലേ രാജഭരണകാലത്തെ ഉണ്ടായിരുന്ന നമ്മുടെ നഗരാസൂത്രണത്തിൽ ഒരു പടിയെങ്കിലും മുന്നോട്ട് പോകാൻ ഈ ദീർഘവർഷങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഈ തലസ്ഥാന നഗരത്തിൽ ഒരല്പം പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. വളരെ വളരെ ചെറിയൊരു സ്റ്റെപ്പ് എന്ന നിലയിൽ പറയാൻ കഴിയുന്നത് അനന്ത മാത്രമാണ്. അതൊരു തെറ്റായ നിരീക്ഷണമാണ്. ചർച്ചയാണെങ്കിൽ എനിക്ക് കുറച്ച് സമയം തരണം. അത് തെറ്റായ നിരീക്ഷണമാണ്. കാരണം ഇന്ത്യയിൽ തികച്ചും അവതാരകൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ഒരു ഭാഗം, ഇന്ത്യയിൽ ഇപ്പോഴും മാനുവൽ സ്കാവെഞ്ചിങ് അവസാനിച്ചിട്ടില്ല എന്നും ഭീമമായ തരത്തിൽ ദാരുണമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതുമാണ്. അതിനെക്കുറിച്ച് ഇപ്പം മാനുവൽ സ്കാവെഞ്ചിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ചയെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ബഹുമാന്യനായ പ്രധാനമന്ത്രി അദ്ദേഹം മാനുവൽ സ്കാവെഞ്ചേഴ്സിന്റെ കാലിൽ വെള്ളം ഒഴിച്ച് നമ്മൾ കുടിക്കണം, അത്രയധികം വലിയ ജോലിയാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് ഒട്ടും യോജിക്കാത്ത ആളാണ്. കാരണം അങ്ങനെ ഒരു തൊഴിലേ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ആ തൊഴിൽ അവസാനിപ്പിക്കണമെന്നും അത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തൊഴിൽ ചെയ്യുന്നവരെ ഇത്തരം മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ കൂടുതൽ പേര് ആ തൊഴിലിലേക്ക് വരണം, നിങ്ങൾ ചെയ്യുന്നത് എന്തോ വലിയ പുണ്യപ്രവൃത്തിയാണ്, ഇതാണ് നമ്മൾ പറയുന്നത്. അത് അവസാനിപ്പിക്കണം എന്നുള്ളതല്ലേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 2 ദിവസത്തെ പരിശോധന അവിടെ നടന്നാൽ നമുക്കറിയാം
പ്ലാറ്റ്ഫോം നമ്പർ 4-നും 5-നും ഇടയിൽ എന്നാണ് എൻ്റെ ഓർമ്മ, 3-ഉം 4-ഉം ആണോ 4-ഉം 5-ഉം ആണോ കൃത്യമായി ഓർക്കുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിന് ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മാൻഹോളിനകത്ത് നിന്ന് മാലിന്യം നീക്കം ചെയ്യാൻ ബന്ദിക്കൂട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് നമ്മൾ തിരുവനന്തപുരത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനം, വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മാൻഹോൾ വൃത്തിയാക്കാൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് ബന്ദിക്കൂട്ട്. അത് ഈ 2 ദിവസത്തിൽ തന്നെ ഏർപ്പാടാക്കി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എങ്ങനെയാ? ആ സംവിധാനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ, അത്തരം മാർഗങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയത് കൊണ്ടല്ലേ. അപ്പൊ ആ മാറ്റം നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളണം. മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയണം. പക്ഷേ 100% മാറ്റം ഉണ്ടായെന്നുള്ള യാതൊരു തെറ്റായ വാദത്തിനും താങ്കളുടെ ശരിയായ ദിശയിലുള്ള സമീപനത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ മാറ്റം എത്രത്തോളം, എത്ര കാലം ഇനിയും കാത്തിരിക്കേണ്ടി വരും? എത്ര ജോയിമാർക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഇങ്ങനെ നഗരത്തിൽ തുടരും? ഇപ്പം മരണത്തിൻ്റെ കണക്കെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് നഗരത്തിലുള്ള ആളുകൾക്ക് നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുന്നൊരു പൊതുവായ സാഹചര്യം ഉണ്ടായി വരണ്ടേ? അതാണല്ലോ നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ AK സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നത്. സ്റ്റെഫിൻ, മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അമ്മയുടെ കണ്ണീർ, വലിയ കാത്തിരിപ്പായിരുന്നു ജീവനോടുകൂടി തിരികെ എത്തുമെന്ന്. സ്വാഭാവികമാണ്, ആ പ്രതീക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറിൽ പയ്യെ അവസാനിക്കുന്ന ഒടുവിൽ ആ ദാരുണമായ വാർത്ത അത് സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു. വീട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? രതീഷ്, ജോയിയുടെ മൃതശരീരം അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ജോയിയുടെ വീടല്ല, ജോയിയുടെ വീട് മുകളിലാണ്. അവിടേക്ക് നടന്നു പോലും പോകാൻ കഴിയാത്ത രീതിയിൽ വഴി സൗകര്യമോ മറ്റൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ടാണ് സഹോദരൻ്റെ ഈ വീട്ടിലേക്കാണ് ജോയിയുടെ ഭൗതിക ശരീരം കൊണ്ടുവരിക. അതിനു വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും ഇത് സംസ്ഥാനമൊട്ടാകെ നമ്മളെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു വാർത്ത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിവിധ സ്ഥലത്ത് നിന്ന് ഈ വാർത്ത അറിഞ്ഞും ഈ വിവരം അറിഞ്ഞുമൊക്കെ ജോയിയെ കാണുന്നതിന് വേണ്ടി, അവസാനമായി ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഓരോരുത്തരൊക്കെയായി ഈ വീട്ടിലേക്ക് വന്ന് മടങ്ങി. അതോടൊപ്പം ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നും നാട്ടുകാരെല്ലാം തന്നെ ഇപ്പോഴേ ഈ മഴയൊക്കെയാണ്, പ്രതികൂല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് കുടയൊക്കെ ചൂടി ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ തിരച്ചിൽ നടത്തുന്ന സമയത്തെല്ലാം. ഒരു പ്രതീക്ഷയിൽ ആയിരുന്നു വീട്ടുകാരും പ്രത്യേകിച്ചും അമ്മയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയെല്ലാം ഇന്ന് രാവിലെയോടുകൂടി അസ്തമിച്ച ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ ദുഃഖമുണ്ട്. പ്രത്യേകിച്ചും അമ്മയുടെ കാര്യം എടുത്തു പറയണം. കാരണം അമ്മ ജീവിച്ചിരുന്ന, അമ്മയ്ക്ക് ഏറ്റവും വലിയ താങ്ങും തണലും സഹായവും ഒക്കെ ആയിരുന്നത് ജോയിയാണ്. പ്രത്യേകിച്ചും മരുന്ന് വാങ്ങാനും അമ്മയ്ക്ക് ആഹാരം വാങ്ങി നൽകാനും അങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ജോയിയാണ്. സ്വന്തമായി ഒരു വീട് പോലും കൃത്യമായി ഉണ്ടാക്കാൻ ജോയിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. നമ്മൾ ആ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ കാണുമ്പോൾ നമുക്ക് തന്നെ അത് വലിയൊരു വിഷമമുണ്ടാക്കുന്നു. കാരണം ഒരു ഒറ്റമുറി വീടെന്നൊന്നും അതിന് പറയാൻ കഴിയാത്തൊരവസ്ഥ. അതോടൊപ്പം വഴിയില്ല. അത്തരത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ജോയിയുടെ ഒരു വരുമാനത്തിൽ മാത്രമായിരുന്നു ഈ കുടുംബം ഇങ്ങനെ നിലനിന്ന് പോയി. അമ്മയുടെയും കുടുംബത്തിനെയും ഏക ആശ്രയമാണ് ഇല്ലാതാകുന്നത്. അത്യന്തം ദാരുണമായ, ദയനീയമായ ഒരു സാഹചര്യമാണ്. അവരുടെ പശ്ചാത്തലവും അങ്ങനെയാണ്. വീട്ടിലേക്ക് പോലും മൃതശരീരം അവസാനമായി ഒന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത ദുസ്ഥിതിയുമാണ് അവിടെ തുടരുന്നത്. ശ്രീമതി സിമി ജ്യോതിഷ്, BJPയുടെ നഗരസഭാ കൗൺസിൽ അംഗമാണ്. ശ്രീമതി സിമി ജ്യോതിഷ്, ഒരു പക്ഷം ചേർന്ന് നഗരസഭയെ എതിർക്കുക, നഗരസഭ ശരിയായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന നിലപാട് നിങ്ങൾ തുടരുകയാണോ? അതോ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്നത് അംഗീകരിക്കുകയാണോ? എന്തെങ്കിലും ഒന്നൊരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിയുന്ന സ്ഥിതി ഈ നഗരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയും എന്ന ഉത്തമ ബോധ്യവും അതേക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയും ആസൂത്രണവും ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടോ മുന്നോട്ട് വയ്ക്കാൻ? തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയെ മൊത്തത്തിൽ പഴിചാരുന്നത് അല്ല പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ശരിക്കും പ്രതിപക്ഷമില്ലാതെ എല്ലാവരും ഒന്നു ചേർന്ന് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെയും. എവിടെയാണോ അവർക്ക് അതിൽ ഒരു വ്യതിചലനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ട് അവരുടെ പ്രവൃത്തി വരുന്നത് അവിടെയൊക്കെ തിരുത്തപ്പെടൽ വേണമെന്ന് ഞങ്ങൾ സഭയിലും പുറത്തുമൊക്കെ നമ്മൾ അവരോട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളെ കൗൺസിൽ യോഗങ്ങളിൽ സംസാരിക്കാൻ പോലുമുള്ള സാഹചര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നഗരസഭയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മൊത്തത്തിൽ റെയിൽവേയുടെ തലയ്ക്ക് കൊണ്ട് വെക്കാനും പറ്റില്ല. കാരണം ഏതാണ്ട് ആ ഒരു 117 മീറ്ററോളം മാത്രമാണ് റെയിൽവേയുടെ പാളത്തിനടിയിലൂടെ വരുന്നത്. ശരിക്കും ആ റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്ന വാർഡിൻ്റെ കൗൺസിലർ കൂടിയാണ് ഞാൻ. മറ്റ് ഈ തോടുകളെല്ലാം തന്നെ, ഈ 3 തോടുകളെല്ലാം ഒഴുകുന്ന ഭാഗങ്ങളൊക്കെയും നഗരസഭയുടെ അതിർത്തിയിൽ തന്നെയാണ്, നഗരസഭയുടെ പരിധിയിൽ തന്നെ വരുന്നതാണ്. നേരത്തെ ഓപ്പറേഷൻ അനന്ത ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി നമുക്കറിയാം. അതിനു മുകളിൽ
ഇന്നലെ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അതിന് മുന്നിൽ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, കയ്യേറ്റ ഭൂമിയിൽ അവിടെ ഈ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, പല വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു, വലിയ പ്രമാണിമാർ എന്ന നഗരത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ സ്ഥാപനങ്ങൾ പോലും ഈ കയ്യേറ്റ ഭാഗങ്ങളുണ്ടായിരുന്നു. ഈ തോടുകളൊക്കെ കടന്നു പോകുന്നിടത്ത് പലയിടത്തും ഒഴിപ്പിക്കലുണ്ടായി. അത് പരിപൂർണമായി ഇപ്പോൾ നിലച്ച സ്ഥിതിയാണോ? അന്ന് നമ്മൾ വീണ്ടെടുത്ത ഭൂമിയും അന്ന് നമ്മൾ വീണ്ടെടുത്ത ഈ ഓവുചാലുകളും ഒക്കെ ഇപ്പോൾ അടഞ്ഞുപോയ സ്ഥിതിയാണോ? റെയിൽവേ പ്രത്യേകമായൊരു ടെറിട്ടറിയാണ്, അവിടെ ഈ നഗരസഭയുടെ നിയന്ത്രണങ്ങളൊന്നും ഇടപെടലൊന്നും ബാധകമല്ല എന്ന സ്ഥിതിയിൽ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നതും ഈ അപകടത്തിന് വഴിവെച്ചിട്ടുണ്ടോ? താങ്കൾ ആ ഭാഗത്തെ ജനപ്രതിയാണല്ലോ. അതെ 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 ഇല്ല, ഉത്തരവാദിത്തം ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ട്. കാരണം ഓപ്പറേഷൻ അനന്ത നമുക്ക് ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് താങ്കൾ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള പലതും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ എത്തിയപ്പോൾ വൻകിട മുതലാളിമാരെ സംരക്ഷിക്കാനായിട്ട് അവിടെ നിർത്തേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ ആരാണത് അന്ന് തടസ്സം നിന്നത്? അല്ലെങ്കിൽ അവർ അത്തരം മുതലാളിമാർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നത് അന്ന് ഇത് വർഷങ്ങളായിട്ട് ഭരണസമിതി ആരാണ്? തിരുവനന്തപുരം നഗരസഭയായാലും സംസ്ഥാന സർക്കാരായാലും മാറി മാറി ഭരിക്കുമ്പോൾ LDF സർക്കാർ തന്നെയാണ് നഗരസഭ കൂടുതൽ തവണ ഭരിച്ചിട്ടുള്ളത്. അന്നേരം അവർ ആർജവത്തോടെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ അനന്ത പൂർത്തിയാകുമായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് കെട്ടിയ പല ഓടകളുടെ പല ഭാഗങ്ങളിലും നമുക്ക് ഈ മാലിന്യം വന്ന് അടിയുന്നൊരു സംവിധാനം തന്നെയാണ്. നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്താലും മെത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ വരും? റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള മാലിന്യത്തിൽ ഒരു പക്ഷേ റെയിൽവേയുടെ മാലിന്യമാണെങ്കിൽ കുപ്പി പോലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാവാം. പക്ഷേ മെത്ത, തലയണ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഒരു സൈക്കിള്, പഴകിയ സൈക്കിള്, അങ്ങനെയുള്ള ഹെൽമെറ്റുകൾ തുടങ്ങി പല സാധനങ്ങളാണ് നമ്മൾ ഈ തോടുകളിൽ നിന്നെല്ലാം കാണുന്നത്. മാറ്റേണ്ടി വരുമ്പോൾ മാറ്റിയിട്ടുള്ളത്. ഈ മാറ്റുന്ന സാധനങ്ങളൊക്കെ എവിടെയാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ളതെന്നും നഗരസഭ ഇതുവരെയും നമുക്ക് അങ്ങനെ ഒരു അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല, എവിടെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും മാലിന്യം നമുക്കിവിടെ ഹരിതകർമ്മ സേനയുണ്ട്, നഗരസഭയുടെ തനത് തൊഴിലാളികളുണ്ട്. ഇതൊക്കെയും കൃത്യമായിട്ട് നഗരസഭ ഹരിതകർമ്മസേനയൊക്കെ കൃത്യമായിട്ട് വീടുകളിൽ വന്ന് എടുക്കുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ഇത്രയും മാലിന്യം ഈ തോടുകളിൽ വരണമെങ്കിൽ അത് നഗരസഭയുടെ കുറച്ച് അശ്രദ്ധ തന്നെയാണ്. കാരണം നമ്മുടെ സംവിധാനത്തിൽ പെടാത്ത ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ എവിടെയാണ്, അവിടെ ശക്തമായ ഒരു സംവിധാനം ഈ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടുപിടിക്കാനും അവരെ ശിക്ഷിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം കൂടി കുറച്ചുകൂടി ത്വരിതപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ മാലിന്യങ്ങൾ ഇതിലേക്ക് വരുന്നതിനെ തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ആ ദിശയിൽ എന്ത് പ്രവർത്തനം കോർപ്പറേഷൻ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പൊതുജനത്തിന് ഉൾപ്പെടെ അറിയേണ്ടത്. ശ്രീമതി ഗായത്രി ബാബു, നേരത്തെ താങ്കൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇടപെട്ട് സ്റ്റെഫിനിലേക്ക് പോയി. താങ്കൾക്ക് തുടരാം. ഒരു കാര്യം കൂടി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിക്കുന്നത്, മനോഹരമായ ഒരു ചിത്രമുണ്ട്. തമ്പാനൂരിൽ ഒരു കോഫി ഹൗസ് ഉണ്ട്. ഇങ്ങനെ വളഞ്ഞ ഗോവണി ആകൃതിയിൽ ലാറി ബക്ർ എന്ന ലോകമറിയുന്ന ആർക്കിടെക്ട് രൂപകൽപ്പന ചെയ്ത വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത്, പരിമിതമായ സ്ഥലത്ത് മനോഹരമായി തയ്യാറാക്കിയ ഒരു കെട്ടിടമുണ്ട്, കോഫി ഹൗസ്. പക്ഷേ അതേക്കുറിച്ച് ഗ്രഹാതുരമായ ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. അവിടേക്ക് കയറാൻ കഴിയില്ല, എലികളുടെ താവളമാണ്, എലികൾ ഓടിപ്പാൻ നടക്കുകയാണ്, സമീപത്ത് വലിയ ഓട, ഈ ഇദ്ദേഹത്തെ കാണാതായി പോയ ഓട ഇതിൻ്റെ സമീപത്ത് കൂടിയാണ് പോകുന്നത്. അവിടെ നിറയെ മാലിന്യങ്ങളാണ്. വർഷങ്ങളായി ഇതാണ് സ്ഥിതി. അങ്ങനെ മനോഹരമായി നമ്മൾ ഈ നഗരത്തിൽ കാണുന്ന ചില ബിംബങ്ങളൊക്കെ ഇത്തരം അഴുക്കുചാലിൽ പൂണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഓപ്പറേഷൻ അനന്ത അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഇനി അത് നിങ്ങൾക്ക് യോജിപ്പില്ലാത്തൊരു പദ്ധതിയാണെങ്കിൽ അതിന് പകരമായി എന്തെങ്കിലും ഉണ്ടാകുമോ? എന്താണ് ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കാൻ നഗരസഭ ഉദ്ദേശിക്കുന്നത്? 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. ഒന്ന്, ഓപ്പറേഷൻ അനന്ത ആധികാരികമായി പറയേണ്ടുന്ന ഒരു പ്രതിനിധി ഞാനല്ല, കാരണം ഞാൻ നഗരസഭയുടെ പ്രതിനിധിയാണ്. ഓപ്പറേഷൻ അനന്ത അന്നത്തെ സർക്കാരിൻ്റെ ഭാഗമായി നടന്നിരുന്ന ഒന്നാണ്. സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളെക്കുറിച്ച് അവരുടെ പ്രതിനിധികൾ പറയുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഓപ്പറേഷൻ അനന്ത അതുപോലെ അതേ മാതൃകയിലൊരു പദ്ധതി അല്ല തിരുവനന്തപുരത്തിന് വേണ്ടത് എന്നൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. കാരണം മാലിന്യങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് വെറുതെ നീക്കം ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടിടുക എന്ന രീതിയിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. അതൊരു ശരിയായ രീതിയാണെന്നും ഞാൻ കരുതുന്നില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഓപ്പറേഷൻ അനന്ത തിരുവനന്തപുരത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷേ നമുക്ക് ശാശ്വതമായ ഒന്നിലേക്കാണ് പോകേണ്ടത്. ശാശ്വതമായ ഒന്ന് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയം വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമാണ്. ആ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാനാണ് നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവതാരകൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആരും ക്ലെയിം ചെയ്യുന്നില്ല
100% എന്താ സീറോ വേസ്റ്റ് ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം എന്നൊന്നും നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. അങ്ങനെ ക്ലെയിം ചെയ്യാൻ ലോകത്തൊരിടത്തും പറ്റില്ലല്ലോ. പക്ഷേ 10 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു നഗരസഭ എന്ന നിലയിൽ, ഒരു നഗരപ്രദേശം എന്ന നിലയിൽ അവിടുത്തെ മാലിന്യ സംസ്കരണം ചെറിയ കാര്യമേ അല്ല. അത് നമ്മൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. പക്ഷെ അക്കൂട്ടത്തിൽ ആഡ് ചെയ്യാം, ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണക്ട് ചെയ്യുന്ന പാർവതി പുത്തനാർ എത്ര മനോഹരമായ സ്ഥലമാണ്. പഴയ ഫോട്ടോകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുവഴി ചരക്ക് നീക്കത്തിന് വേണ്ടിയുള്ള ഗതാഗതം ഉണ്ടായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് ബോട്ടുകളും തോണികളും ഒക്കെ വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മനോഹരമായ ജലാശയമായി അത് തുടരുന്നുണ്ടായിരുന്നു. അത് കൃത്രിമമായി നിർമ്മിച്ചതാണെങ്കിലും അതുവഴി വളരെ സുഗമമായി അവിടെ കുടിക്കാൻ വരെ ആളുകൾ ആ വെള്ളം ഉപയോഗിച്ചിരുന്നതിൻ്റെ ചരിത്രം അധിക കാലം പിന്നിലല്ല, 10, 70, 80 വർഷം മുൻപാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയോ, ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കറിയാം, അതിന് പിന്നിലൂടെ ഒഴുകുന്നത് കറുത്ത കളറിൽ കുളവാഴിയും മറ്റും നിറഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പിയും മാലിന്യങ്ങളും വഹിച്ചുകൊണ്ടാണ്. വെള്ളം 1 ഇഞ്ച് അനങ്ങുക പോലുമില്ല മഴക്കാലത്ത്. അങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ മുൻഭാഗമാണ് ഈ തമ്പാനൂരിൽ നിന്നൊക്കെ വരുന്ന ഭാഗങ്ങൾ. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് സാമ്പത്തികമായ പരിമിതി ഉണ്ടായിരുന്നോ? അവിടെ ക്ലീൻ ചെയ്യാൻ എന്ത് പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചൊക്കെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിയുണ്ട്. ഇപ്പോൾ ഉൾനാടൻ ജലഗതാഗതത്തെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള രാജ്യമാകമാനമുള്ള പദ്ധതിയുടെ ഭാഗമായി VS സർക്കാരിൻ്റെ കാലത്തൊക്കെ അക്കാര്യത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് അന്ന് പ്രഖ്യാപിച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്നിട്ടും എന്തേ അവിടുത്തെ വെള്ളം ഒന്ന് അനങ്ങുന്ന സ്ഥിതി പോലും ഉണ്ടാകാതെ പോകുന്നത്? എന്താണ് തടസ്സം? എന്താണ് കുഴപ്പം? അത് ഈ ഭരണത്തിലുള്ള ആളുകളുടെ ഇടപെടലിൻ്റെ പോരായ്മയാണോ? ഇതിൽ ശ്രദ്ധ പതിയാത്തത് കൊണ്ടാണോ? അങ്ങനെയല്ല. ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിന്റെ പൊതുവായ മാലിന്യ സംസ്കരണം പരിശോധിച്ചാൽ തന്നെ നമ്മൾ ഒരുപാട് മുന്നിൽ, കഴിഞ്ഞ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് മുന്നിലെത്തി നിൽക്കുകയാണ്. നമ്മൾ കാണേണ്ടുന്നത് വീടുകൾ തോറും ചെന്ന് മാലിന്യം എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വാങ്ങി അത് സംസ്കരിക്കുന്നതിനോടാണ് എപ്പോഴും പൊതുവായി ആളുകൾക്ക് താല്പര്യം. ഇപ്പൊ സംസാരിക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകൾ ഇതാണ് സൗകര്യം എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരുപക്ഷെ ഈ മേഖലയിൽ ഇടപെടുന്നത് കൊണ്ട് അതിന്റെ ആപത്ത് മനസ്സിലാക്കി അതിൽ നിന്നും മാറാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അങ്ങനെ ധരിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ അജൈവ മാലിന്യം പൂർണ്ണമായും നഗരസഭയുടെ കയ്യിലേക്ക് കൈമാറുകയും അതേസമയം നമ്മുടെ ജൈവ മാലിന്യം, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ മാലിന്യം നമ്മുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്താൽ ഒരു ജലാശയങ്ങളിലേക്കും ഈ പ്രശ്നം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? നമ്മുടെ ഖരമാലിന്യം കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇനി ദ്രവമാലിന്യം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ നഗരത്തിലാകമാനം നഗരത്തിലെ ജലാശയങ്ങളിലേക്ക് ഈ സെപ്റ്റേജ് മാലിന്യം ഒഴുക്കി വിടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ ഞാനത് ഔദ്യോഗികമായി പറയുന്നില്ല, പക്ഷെ ഒരു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ മോള്, അവിടുത്തെ സെപ്റ്റേജ് വെള്ളം നേരിട്ട് തോടിലേക്കാണ് ആമയിഴഞ്ചാൻ തോടിലേക്കാണ് ഒഴുക്കി വിടുന്നത്. അത് കണ്ട ഉടനെ നമ്മൾ അവർക്ക് പിഴ ഈടാക്കുകയാണ് ചെയ്തത് ഉടനെ. പക്ഷെ ആ കാര്യങ്ങളൊന്നും പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ അത്തരം അതിനുടനെ ഒരു മാധ്യമ ശ്രദ്ധ ക്ഷണിച്ചു കൊടുക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇടപെടലുകൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ആർജവത്തോടെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായി ആ വാർത്തകൾ വരുമല്ലോ. ഇപ്പോൾ ഉദാഹരണമായി ഒരല്പം കാലം പിന്നോട്ട് പോയാൽ ഇപ്പോഴത്തെ മന്ത്രി V. ശിവൻകുട്ടി തിരുവനന്തപുരത്തിന്റെ മേയർ ആയിരുന്ന സമയത്ത് ഇത് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തി. അങ്ങനെയെന്ന് അദ്ദേഹം ശ്രദ്ധേയമാണ്. മാധ്യമങ്ങളിൽ ആവശ്യത്തിലധികം പ്രാധാന്യം അന്ന് ലഭിച്ചതല്ലേ, പിന്തുണ ലഭിച്ചതല്ലേ? ഓപ്പറേഷൻ എന്താ ആത്മാർത്ഥതയുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ന തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറി തന്നെ മുന്നിൽ നിൽക്കുന്നു. അതിന് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയല്ലേ ലഭിച്ചത്? അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ ആരാണ് പിന്തുണയ്ക്കാത്തത്? ഇപ്പോൾ തമ്പാനൂരിലേക്ക് വരികയാണെങ്കിൽ, ഈ പ്രശ്നമുണ്ടായ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ, അവിടെ അതിലേക്ക് ഒഴുക്കി വിടുന്നത് ഈ ചെറിയ വീടുകളിൽ നിന്നുള്ള മാലിന്യമൊന്നുമല്ലല്ലോ. ഉണ്ടാകാം വളരെ കുറച്ച് ഒരളവിൽ സെക്രട്ടറിയുടെ പിന്നിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്. അവരെ ഒഴുക്കിവിട്ട മാലിന്യമാണ് താഴേക്ക് പോയത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ തമ്പാനൂരിലെ ഈ ഭാഗം ഈ തോട് കടന്നു പോകുന്ന ഭാഗത്തെല്ലാം ഉള്ളത് വൻകിട കെട്ടിടങ്ങളും വൻകിട ഹോട്ടലുകളും വൻകിട സ്ഥാപനങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനം, റെയിൽവേ അടക്കമുള്ളവയാണ്. അപ്പോൾ സാധാരണക്കാരെ ഉറവിട മാലിന്യ സംസ്കരണം എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോഴും അവർക്ക് പരിമിതിയുണ്ട്. ഒരു 3 സെന്റിലെ വീട്ടിലുള്ള ആളുകൾ ഉറവിട മാലിന്യ സംസ്കരണം നിങ്ങൾ നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അവർക്ക് അതിന് പ്രായോഗികമായി കഴിയും? അതിനൊക്കെ വലിയ പോരായ്മകളും തടസ്സങ്ങളും ഉണ്ട്. എന്നാൽ വലിയ സ്പേസിലുള്ള വൻകിട കെട്ടിടങ്ങൾക്കും ഹോട്ടലുകൾക്കും ഉറവിട മാലിന്യ സംസ്കരണത്തിന് വലിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വളരെ വേഗത്തിൽ കഴിയും. അതല്ലേ തടയേണ്ടത്? അങ്ങനെ ഒരു കൃത്യമായ ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ ഇവിടെ പിന്തുണയ്ക്കാത്തത് ആരാണ്?
ഞാൻ പറയട്ടെ, ഇപ്പൊ അങ്ങ് ആധികാരികമായി പറഞ്ഞു 3 സെന്റ് വീടുള്ള ഒരാൾക്ക് ഇത് സാധിക്കില്ല എന്നങ്ങ് സാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് പരിമിതി ഉണ്ട് എന്നതാണ്. അവർക്ക് പരിമിതി ഉണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത്. ആ പരിമിതി തിരിച്ചറിയാതെ ഏതെങ്കിലും ഒരു നഗരസഭ അത്തരത്തിലൊരു സംവിധാനം മുന്നോട്ട് വെച്ചാൽ അത് വിഡ്ഢിത്തമെന്ന് ഞാൻ തീർച്ചയായും പറയും. പക്ഷെ ആ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും വയ്ക്കാൻ അനുയോജ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും അല്ലേ നഗരസഭ മുന്നിൽ വെക്കുന്നത്. പക്ഷെ ആ സൗകര്യങ്ങളിലേക്ക് മാറാൻ എന്തുകൊണ്ടോ നമ്മുടെ കൺവീനിയൻസ് കൊണ്ട് നമ്മൾ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. അത് വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടോ നമുക്ക് ഭൂമിയോ പ്രദേശമോ ഇല്ലാത്തത് കൊണ്ടോ അല്ല. നമുക്ക് ഒരു ഗ്യാസ് കുറ്റി വെക്കേണ്ടുന്ന അത്രയും സ്ഥലം മാത്രം മതിയാകും നഗരസഭ ഒരുക്കുന്ന ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം വയ്ക്കാൻ. അതിന് 3 സെന്റ് തന്നെ വേണ്ട, 1/2 സെന്റ് ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് വയ്ക്കാൻ കഴിയും. അങ്ങനെ ഒരു വലിയ ഇനിഷ്യേറ്റീവ് ഉണ്ടാകുമോ നഗരസഭയുടെ ഭാഗത്ത്? ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ അതിലേക്ക് ചുരുങ്ങി പോകേണ്ടതില്ല. ഈ തമ്പാനൂരും മറ്റുമുള്ള വൻകിട ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ, റെയിൽവേ പോലെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ, അവിടെയുള്ള മാലിന്യ സംസ്കരണത്തിന് എന്ത് ചെയ്യാൻ ഇനി കഴിയും കോർപ്പറേഷന്? ആ നിലയിൽ ഒരു പുതിയ ചിന്ത ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും നമ്മളിപ്പോൾ അങ്ങടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ കൂട്ടായ ഇടപെടൽ കൊണ്ട് നമുക്ക് ഈ പ്രശ്നം വളരെ കാലമെടുത്ത് പരിഹരിക്കേണ്ടുന്ന ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൻ്റെ വേഗത നമുക്ക് കൂട്ടാൻ കഴിയും. എൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം നഗരസഭ എടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ മുതലായ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിൻ്റെ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരതിന് നല്ല സംവിധാനം ഒരുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന നഗരസഭ നടത്തും. അല്ലാത്ത പക്ഷം ശക്തമായ എൻഫോഴ്സ്മെന്റ് ഉണ്ടാകും. ആ എൻഫോഴ്സ്മെന്റ് നടത്തുമ്പോൾ നഗരസഭയോടൊപ്പം അതിന് നല്ല പ്രചരണം നൽകാൻ അങ്ങടക്കമുള്ള മാധ്യമങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസവും എനിക്കുണ്ട്. അതിനു പുറമെ ജലാശയങ്ങളിലേക്ക് മാലിന്യം ഒഴുക്കി വിടുന്ന രീതി തടയാൻ വേണ്ടിയിട്ടാണ് നഗരസഭ ഈ ബഡ്ജറ്റിൽ ഒരു പുതിയ പദ്ധതി വെച്ചത്. ആളുകൾക്ക് അവരുടെ കക്കൂസിനായി പ്രത്യേകം സെപ്റ്റിക് ടാങ്ക് നഗരസഭയുടെ ചിലവിൽ പണിത് നൽകും, ജലാശയങ്ങൾക്ക് അടുത്ത് താമസിക്കുന്ന വീടുകളാണെങ്കിൽ. അപ്പോൾ ആ തരത്തിലുള്ള പദ്ധതികൾ നഗരസഭ കൊണ്ടുവരുന്നത് ജലാശയങ്ങൾ സംരക്ഷിക്കാനാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുന്ന മാലിന്യങ്ങളുള്ള ജലാശയങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ വീണ്ടും മാലിന്യം വരാതിരിക്കാനുള്ള പ്രവർത്തനമാണ് നഗരസഭ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗം എൻഫോഴ്സ്മെന്റും ഉറവിട മാലിന്യ സംസ്കരണ ഇടപെടലുകൾ ഈ ജോയിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ, ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമെന്ന് ശ്രീ MK ഹരിദാസ്, ഗായത്രി ബാബുവും സിമി ജ്യോതിഷവും ഒക്കെ സംസാരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ആളുകൾ കേൾക്കുകയാണ്. കാരണം നഗരസഭയുടെ ഭാഗമായ ആളുകളാണ്, ചിലതൊക്കെ ചെയ്യണമെന്ന നല്ല നിലയിലുള്ള ചിന്ത അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് തടസ്സം? ഇപ്പോൾ വ്യക്തിപരമായി ആരോട് ചോദിച്ചാൽ, നഗരസഭയിൽ ആരോട് ചോദിച്ചാൽ അവരൊക്കെ ഈ പൊതു ഇടങ്ങളിൽ മാലിന്യം ഇടുന്നതിന് എതിരാണ്, ജലാശയങ്ങളിൽ മാലിന്യം കലർത്തുന്നതിനെതിരാണ്, ഇവിടുത്തെ സിസ്റ്റമൊക്കെ നന്നാകണമെന്ന് പരസ്യമായി പറയുന്നു. പക്ഷേ രഹസ്യമായി പലരും ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയും തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അത് അവരുടെ ചിലപ്പോൾ പരിമിതി കൊണ്ടാകാം. ഇപ്പോൾ ഈ നല്ല നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, നഗരത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം എന്ന് ഇവരൊക്കെ ആത്മാർത്ഥമായി പറയുമ്പോഴും തടസ്സം നിൽക്കുന്നത് എവിടെയാണ്? എന്താണ് തടസ്സം? അത് രാഷ്ട്രീയമാണോ? അത് ശാസ്ത്രീയമായ കാര്യങ്ങളുടെ അവബോധമില്ലായ്മയാണോ? ആ ദിശയിലെ ചിന്തയില്ലായ്മയാണോ? നമുക്ക് ശാസ്ത്രീയമായി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ കുറവാണോ? എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? എവിടെയാണ് പ്രശ്നം? രാഷ്ട്രീയം തന്നെ, അല്ലാതെ എന്താണെന്ന്. ഇപ്പൊ ഇവിടെ 2 കൗൺസിലർമാര് 2 രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചളിവാരി എറിയുന്നത് കണ്ടില്ലേ? ഇന്നലെ നമ്മുടെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ചളിവാരി ഏറൽ കണ്ടില്ലേ? ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോഴെങ്കിലും ആ ദുരന്തം പരിഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാൾ പരസ്പരം കുറ്റപ്പെടുത്തുക, പരസ്പരം ചളിവാരി എറിയുക, അത് ഞങ്ങളുടെ കുറ്റമല്ല, അത് മറ്റേ ഡിപ്പാർട്ട്മെന്റിന്റെ കുറ്റമാണ്. ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ 125 വർഷത്തിലേറെയായിട്ട് അവിടെ ഇല്ലേ? തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും റെയിലും ഈ 117 മീറ്റർ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത് ടണലൊക്കെ ആയിട്ട് അവിടെ ഉള്ളതല്ലേ ഇതൊക്കെ? അപ്പൊ ഞാനിപ്പോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഇന്നലെ രാത്രി ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ മേയർ ഉണ്ടായിരുന്നു. ആ മേയർ എന്ന് പറയുന്നവര് ഒരു KSRTCയിലെ ഡ്രൈവർ എന്താ പറയേണ്ടത്, വാഹന നിയമം ലംഘിച്ചതിന് അവരെ ഓടിച്ചിട്ട് പിടിച്ചവരാണ് ഈ മേയർ. ആ മേയർ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ദുസ്ഥിതിയെ കുറിച്ചിട്ട് ഈ പറയുന്ന 117 മീറ്ററിന്റെ അവിടെ ഏകദേശം പറയുന്നത് 8 ഘനയടി മാലിന്യം അവിടെ കുന്നുകൂടത്തക്ക തോതിൽ എന്തുകൊണ്ട് അവിടെ അങ്ങനെ ആക്കി, അവരുടെ പരിധിയിലുള്ള കാര്യമാണ്. അതായത് നഗര ശുചീകരണവും നഗരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയ സ്ഥലത്ത് നിന്ന് നീക്കേണ്ടതും മേയറുടെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് അവർ ശ്രദ്ധിച്ചിട്ടില്ല. KSRTC ഡ്രൈവർ നടത്തിയ നിയമലംഘനം അവർ ശ്രദ്ധിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വിമർശിക്കപ്പെടാതെ പോകുന്നത് എങ്ങനെയാണ്? പിന്നെ ഇവിടെ CPMന്റെ കൗൺസിലർ പറഞ്ഞു ഈ മാലിന്യ സംസ്കരണം ഉറവിടത്തിൽ തന്നെ. ഞാൻ ദയവ് ചെയ്ത് മാഡം ശ്രദ്ധിക്കുക, ഞാൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റി
കൊച്ചിൻ കോർപ്പറേഷനോട് ചേർന്ന് നിൽക്കുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ബ്രഹ്മപുരത്തെ തീപിടുത്തവും അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾക്കൊക്കെ 3 പ്ലാസ്റ്റിക് ഡപ്പ തന്നിട്ട് ഈ മാലിന്യം സംസ്കരിക്കാൻ പറഞ്ഞു. എന്താ ഉണ്ടായത്? അതായത് 10 സെന്റിൽ 3 വീടുകൾ വീതമുള്ള ഒരു അവസ്ഥയിൽ താമസിക്കുമ്പോൾ പരസ്പരം മൂക്ക് പൊത്തിക്കൊണ്ട് സംസാരിക്കേണ്ട അവസ്ഥയിലേക്കായി. അപ്പൊ ഉറവിട മാലിന്യ സംസ്കരണത്തിന് മേഡം ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ സ്ഥലം മതിയെന്ന്. മേഡത്തിന് അറിയോ 2011 7 കോടി രൂപയുടെ PVC പൈപ്പ് തിരുവനന്തപുരം കോർപ്പറേഷന് സപ്ലൈ ചെയ്ത വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതിന്റെ ബിസിനസ്സാണ്. അതായത് ഏകദേശം 3 അടി നീളത്തിലുള്ള 1 അടി വ്യാസമുള്ള 3 പൈപ്പുകൾ വീടിന്റെ പിന്നിൽ കുഴിച്ചിട്ടിട്ട് മാലിന്യ സംസ്കരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മേഡത്തിനോട് ഒരുപാട് മേഡം പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളെ അങ്ങേയറ്റ തെളിവുകളോട് കൂടിയിട്ട് നിഷേധിക്കാനുള്ളതുണ്ട്. പക്ഷെ സമയമില്ല. പക്ഷെ ഈ ഒരു കാര്യം കേൾക്കണം. ഏകദേശം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതടക്കം 15 കോടി രൂപയുടെ പൈപ്പ് ഓരോ വീടിന്റെ പിന്നിലും കുഴിച്ചിട്ടിട്ട് അവിടെ ഉണ്ട്. ആ മാലിന്യ സംസ്കരണം വിജയിച്ചോ? ഈ മാലിന്യം കോർപ്പറേഷൻ എടുക്കുക എന്ന് പറഞ്ഞത് ഒരു ഔദാര്യമായിട്ടൊന്നും കണക്ക് കൂട്ടരുതേട്ടാ. അതൊക്കെ തെറ്റാണ്. ഈ കോർപ്പറേഷൻ വാങ്ങുന്ന നികുതിയില്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാങ്ങുന്ന നികുതിയില്ലേ, അത് നികുതികൾ വാങ്ങുമ്പോൾ അതിന് പ്രാഥമികമായിട്ട് നികുതിദായകന് ചെയ്തു കൊടുക്കേണ്ട ഒരു സംഭവത്തിന്റെ ചെറിയൊരു ഭാഗമാണ് മാലിന്യം. എന്തുമാകട്ടെ, നികുതിദായകന്റെ മാലിന്യം കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കളക്ട് ചെയ്യുക എന്നത് അത് വലിയൊരു ഔദാര്യമായിട്ട് വികസിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ ചെയ്തതൊക്കെ തെറ്റാണ്, ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് മാത്രമാണ് ശരിയെന്ന നിലയ്ക്ക് പറയരുത്. കാരണം ഇന്നലെ KSRTC ബസ്സിനെ ഓടിച്ചിട്ട് പിടിച്ച മേയർ പറഞ്ഞെന്താന്നല്ലോ, 3 ലെറ്ററുകൾ ഞങ്ങൾ റെയിൽവേക്ക് കൈമാറി. ലെറ്ററിന്റെ നമ്പറൊക്കെ പറഞ്ഞു. ഈ 3 ലെറ്ററിലും അത് റിസീവ് ചെയ്ത സീല് ഞങ്ങൾക്ക് കിട്ടി. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? 3 ലെറ്റർ കിട്ടിയത് കൊണ്ടായോ മേഡം? ഇപ്പൊ മേഡം എന്ന് ചോദിച്ച് സംസാരിക്കുന്നത് നിങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ലെറ്റർ പ്രകാരം ഈ റെയിൽവേ ചെയ്യേണ്ട ഈ ക്ലീനിങ് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിൽ റെയിൽവേയുടെ ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രി ഇല്ല മേഡം. അവരെ അറിയിച്ചുകൊണ്ട് റെയിൽവേ കൊണ്ട് അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ടല്ലോ, ഒരു പെറ്റീഷൻ രജിസ്ട്രാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നടപടി എടുക്കുമായിരുന്നു.